ഹലോ എവരിവൺ. ബിഫോർ ദ സൺസെറ്റിൻ്റെ ഗോവൻ ട്രിപ്പ് അവസാന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം എക്സ്പ്ലോർ ചെയ്യുന്നത് ഡോണാപോള ജെട്ടിയും മണ്ടോവി നദി ക്രൂയിസുമാണ്. പ്രണയികളുടെ പറദീസ എന്നറിയപ്പെടുന്ന ഡോണാപോള ബീച്ച് പനാജിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ്. ഗോവയുടെ തലസ്ഥാന നഗരമായ ഡോണാപോള ഡോണയുടെയും പോളയുടെയും സാങ്കല്പിക പ്രണയകഥയ്ക്ക് പേരുകേട്ടതാണ്. ശ്രീലങ്കയിലെ ജാഫ്ന പട്ടണത്തിലെ പോർച്ചുഗീസ് വൈസ്രോയിയുടെ മകളായ ഡോണാപോള യഥാർത്ഥത്തിൽ ഒരു ജീവകാരുണ്യ സ്ത്രീയായിരുന്നു. ഗ്രാമവാസികളെ സഹായിക്കുകയും അവരുടെ ഉന്നമനത്തിനായി വളരെയധികം പ്രയത്നിക്കുകയും ചെയ്തിരുന്നതിനാൽ ഡോണാപോളയുടെ പേര് ഗ്രാമത്തിന് പുനർനാമകരണം ചെയ്യാൻ ഗ്രാമവാസികൾ തീരുമാനിച്ചതാണ്. 1682 ഡിസംബർ 21 ഡോണാപോള മരിച്ചു. മരണശേഷം അവരുടെ മൃതശരീരം ഗോവ ഗവർണറുടെ വസതിയായ കാഗോ ചാപ്പലിൽ സംസ്കരിക്കുകയും ചെയ്തു. ചാപ്പലിൻ്റെ വടക്കേ ഭിത്തിയിൽ ഇപ്പോഴും ഈ കല്ലറ നമുക്ക് കാണാവുന്നതാണ്. ഒരു ജനപ്രിയ ഇതിഹാസം കാരണം ഡോണാപോള ബീച്ച് കാമുകന്മാരുടെ പറുദീസയാണ്. ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളിയെ ഡോണാപോള പ്രണയിച്ചെന്നും വൈസ്രോയിയായ പിതാവ് അത് സമ്മതിക്കാതിരുന്നതിനാൽ ഡോണാപോള ഒരു പാറയിൽ നിന്ന് അറബിക്കടലിലേക്ക് ചാടി മരിച്ചു എന്നുമാണ് കഥ. ഇനിയും മറ്റൊരു കഥയുണ്ട്. നിലാവുള്ള രാത്രികളിൽ തൂവെള്ള മാല മാത്രം ധരിച്ച് തിരമാലകളിൽ നിന്ന് ഡോണാപോള പുറത്തു വരുന്നത് കാണാമെന്നതാണ് മറ്റൊരു കഥ. ഏതായാലും ഈ കെട്ടുകഥകളും വിശ്വസിച്ച് നിരവധി വിനോദസഞ്ചാരികളും പ്രാദേശികവാസികളും ഡോണാപോളയെ കാണാൻ ബീച്ച് സന്ദർശിക്കാറുണ്ട് കേട്ടോ. പരമാവധി ടൂറിസ്റ്റുകളെ ഈ ജെട്ടിയിലേക്ക് ആകർഷിക്കുക തന്നെയാകണം ഈ മിത്ത് രൂപീകരണത്തിലെ പിന്നിലെ ലക്ഷ്യവും. ഏതായാലും ഡോണാപോളയുടെ കഥ ശരിക്കും ഞങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. അറബിക്കടലിൻ്റെയും അതുപോലെ മോർമുഗാവോ തുറമുഖത്തിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ ഫോട്ടോഷൂട്ടിനുള്ള നല്ലൊരു ഇടമാണ് ഇവിടെ. ഇത് ഞങ്ങളുടെ ടൂർ മാനേജർ സ്റ്റീഫൻ സാറാണ്. സരസമായ വാക്ചാതുരിയോടെ ഞങ്ങളെ നയിച്ച സ്റ്റീഫൻ സാറിന് അഭിവാദനങ്ങൾ.
ഇന്ത്യ മാതാവിനെയും യുവഭാരതത്തെയും ചിത്രീകരിക്കുന്ന ഇന്ത്യയുടെ ഇമേജ് എന്ന വെള്ള പൂശിയ ഈ പ്രതിമയാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട് നടന്ന്. അവിടെ വലിയ വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അപ്പോൾ നടന്ന് തന്നെ പോകണം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നടന്നത്. ജനുവരി ആരംഭത്തിൽ തന്നെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഈ നക്ഷത്രങ്ങളൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ പണ്ട് കേരളത്തിൽ കണ്ടിരുന്ന കാഴ്ച, നക്ഷത്രത്തിനുള്ളിലുള്ള ക്രിബ്. ശരിക്കും ഞങ്ങളെ അതിശയിപ്പിച്ചെന്ന്. കേരളത്തിൽ നമ്മൾ എവിടെയും അത് കാണുന്നില്ല. ഈ ദേവാലയത്തിൻ്റെ മുമ്പിലാണ് അങ്ങനെ ഒരു നക്ഷത്രത്തിനുള്ളിലുള്ള ക്രിബ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇവിടെയാണ് ഞങ്ങളുടെ ബസ് എത്തിച്ചേരും. ഇവിടെ ഞങ്ങൾക്ക് ഇനി ബസ്സിൽ പോയാൽ മതി. മണ്ഡോവി നദി ക്രൂയിസാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. മനോഹരമായ കാഴ്ചകൾ കണ്ടും തത്സമയ DJ സംഗീതം ആസ്വദിച്ചും ഗോവൻ നൃത്ത പ്രകടനങ്ങൾ കണ്ടും 1-2 മണിക്കൂർ ആസ്വാദ്യകരമാക്കാം. പലതരത്തിലുള്ള റിവർ ക്രൂയിസുകളുണ്ട്. ഫുൾ മൂൺ ക്രൂയിസ്, സൺസെറ്റ് ക്രൂയിസ്, വിപുലമായ റൊമാൻറ്റിക് ഡിന്നർ ക്രൂയിസ്, അങ്ങനെ പലതരത്തിലുള്ള ക്രൂയിസുകളുണ്ട്. അതുപോലെ തന്നെ ലളിതമായ സായാഹ്ന ക്രൂയിസും കായൽ ക്രൂയിസും വരെ ഉണ്ട് ഇവിടെ. നമുക്ക് അനുയോജ്യമായത് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ക്രൂയിസ്, സാമ്രാട്ട് ക്രൂയിസ്. ക്രൂസിൻ്റെ ഡെക്കിലൊക്കെ അരികുകളിലെല്ലാം ആളുകൾ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട്. ഇത് തത്സമയ DJ ആസ്വാദനത്തിനുള്ള വേദിയാണ്. ഇവിടെ തന്നെയാണ് ഗോവൻ നൃത്തങ്ങൾ പ്രകടമാക്കുന്നത്. ഇത് ഒരു ഫോട്ടോഷൂട്ടിനുള്ളൊരിടമാണ്. ഇതിൻ്റെ മിഡിലിൽ നമ്മൾ നിന്നിട്ട് ഫോട്ടോ എടുക്കാം.
ഇപ്പോഴത്തെ ഓണം കേരളത്തിലെ നൃത്തങ്ങളെ അപേക്ഷിച്ച് വളരെ കൂളിംഗ് ആയിരുന്നു കേട്ടോ. പറയാതെ ഒരു ഓഡിയൻസ് ഡാൻസിനായിട്ട് വെയിറ്റ് ചെയ്ത് ടൂർ മാനേജർ സ്റ്റീഫൻ സാറിനും അതോടെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോ ആസ്വദിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്.